ഇന്നലെ തന്നെ സോഷ്യൽ മീഡിയയിൽ CPM-നെ ഞെട്ടിച്ചുകൊണ്ട് ചില കണക്കുകൾ നിരത്തിയാണ് രാഹുൽ മാങ്കൂട്ടം ഒരു വീഡിയോ പങ്കുവച്ചത്. 24 മണിക്കൂർ തികയും മുൻപ് 2 മില്യൺ ആളുകൾ കണ്ട ആ വീഡിയോയിൽ 24 മണിക്കൂർ തികയും മുൻപ് 2 മില്യൺ ആളുകൾ കണ്ട ആ വീഡിയോയിൽ പകരം വീട്ടാനായിട്ട് സർക്കാർ SIT വഴി എത്തുകയാണ്. അതിജീവിതക്കെതിരായ സൈബർ അധിക്ഷേപത്തിന് പിന്നിൽ രാഹുൽ തന്നെയെന്ന് SIT സംഘം ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ഉടൻ കോടതിയിൽ ഹാജരാകണമെന്ന് ഉത്തരവ് വരികയും ചെയ്യുമ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തെ CPM ഭയക്കുന്നുവെന്ന് നമുക്ക് അടിവരയിടാം. UDF സ്ഥാനാർത്ഥികൾക്കായിട്ട് വോട്ട് ചോദിക്കുന്ന രാഹുലിന്റെ വാക്ക് ജനം കേൾക്കും എന്ന് ഉറപ്പായ നിമിഷം CPM അടിത്തട്ടിൽ പണി വീണ്ടും തുടങ്ങിയിരിക്കുന്നു. ഇന്ന് KC വേണുഗോപാലിന്റെ പ്രസ്താവന കൂടി എത്തിയതോടെ രാഹുൽ വീണ്ടും CPM-ന്റെ കണ്ണിലെ കരടായി മാറി. മാധ്യമങ്ങളെ കണ്ട KC പറഞ്ഞത് രാഹുലിന് പ്രചാരണം നടത്താൻ പാടില്ല എന്നുണ്ടോ എന്നാണ്. അയാൾ പിന്തുണയ്ക്കുന്ന പാർട്ടികളുടെ സ്ഥാനാർത്ഥിക്കായിട്ട് അയാൾ പ്രചാരണം നടത്തുന്നുണ്ടെങ്കിൽ എന്താ തെറ്റ് എന്നായിരുന്നു KCയുടെ ചോദ്യം. ICC ജനറൽ സെക്രട്ടറിയായ KCയുടെ വായിൽ നിന്നും വീണ ഈ വാക്ക് സത്യത്തിൽ മാങ്കൂട്ടത്തിന് ഒരു പച്ചക്കൊടി തന്നെയാണ്. നമുക്ക് KCയുടെ വാക്കുകൾ കൂടി ചേർക്കുന്നു, കാണാം. സോഷ്യൽ മീഡിയയിലെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടി പ്രചരണം വളരെ സജീവമായി ഏറ്റെടുത്ത രീതികളും വീഡിയോയുമായി പോകുന്നുണ്ട്. പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണോ അതോ? ഇല്ല. പാർട്ടി നേതൃത്വത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലൊരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ പ്രചരണം നടത്താൻ അവകാശമില്ലാത്ത ഒരു നാടാണോ ഇത്? അങ്ങനെയല്ല. അപ്പൊ അദ്ദേഹം ഒരു കോൺഗ്രസുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ പൂർവ്വകാല ചരിത്രമെല്ലാം കോൺഗ്രസിന്റേതാണ്. കോൺഗ്രസിന് ഇപ്പൊ നടപടിയെടുത്ത് പുറത്താക്കിയിരിക്കുന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം രൂപപ്പെടുന്നതാണ്. പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നുമല്ല അത് നടക്കുന്നത്. അതെയാ. അപ്പൊ അത് അക്കാര്യത്തില് പിന്നെ ബുദ്ധിമുട്ടാണെങ്കിൽ തിരിച്ച് ഒരുപാട് കളങ്കിതരായ വ്യക്തികൾ അപ്പുറത്തുണ്ടായിരുന്നല്ലോ. അവരൊക്കെ എന്താ ചെയ്യുന്നത്? അല്ല, ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ ശിക്ഷിച്ചോ? അപ്പൊ ഞാൻ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ലേ? നിനക്ക് വേറെ വിഷയമൊന്നുമില്ല. ഇന്ന് ഇന്നലെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു, ഈ SDPI വർഗീയ പാർട്ടിയായി കാണുന്നില്ല, SDPIയുടെ വോട്ട് സ്വീകരിക്കാം എന്നാണ് UDF സ്ഥാനാർത്ഥി. അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം എന്ത് പറഞ്ഞു എന്നുള്ളത് ഞാൻ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. നിങ്ങൾ പറയുന്നതനുസരിച്ച് എനിക്ക് കമന്റ് ചെയ്യാൻ പറ്റത്തില്ല. അദ്ദേഹം പറഞ്ഞതായിട്ട് എനിക്ക് ശ്രദ്ധയപ്പെട്ടിട്ടില്ല. ഇതും കൈരളി ഉണ്ടാക്കിയാണ്. എടോ, ലോക രക്തസാക്ഷി ഫണ്ട് തട്ടിച്ചതിന്റെ പേരിൽ സ്വന്തം പാർട്ടിയിൽ നിന്ന് ചോദ്യം വന്ന് ആകപ്പാടെ താറുമാറായിട്ടുള്ള ഒരു പാർട്ടി രക്ഷപ്പെടാൻ വേണ്ടി വഴിയെ പോകുന്നവനെല്ലാം കള്ളന്ന് വിളിക്കുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ. ഞങ്ങളെ ഫണ്ട് ഞങ്ങൾ പുറത്തിറക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. വെയിറ്റ്, ഞങ്ങൾക്ക് കിട്ടിയ ധനലക്ഷ്മി ഫണ്ടിലെ അക്കൗണ്ടിലുണ്ട്. എത്ര ഫണ്ട് കിട്ടി ഇതൊക്കെ കണക്കില്ലേ? അത് KPCC പറയും. ഞങ്ങൾ ഒളിച്ചോടുന്ന മുതലല്ലേ. അതിപ്പോ ഇത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഇന്നലെയും പറഞ്ഞു. ഇത് എല്ലാം നിങ്ങളോട് രാവിലെ പറയും. ഷാജി, എനിക്കറിയാം ഇന്നിന്ന ചോദ്യം ചോദിക്കണം. KC വേണുപോലെ വരുമ്പോ ഇന്നിന്ന ചോദ്യം ചോദിച്ചിരിക്കണം. ഇതൊക്കെ പറഞ്ഞിട്ട് അയക്കുമ്പം അവരോട് പറയണം, ഞങ്ങളും ഇതൊക്കെ മനസ്സിലാക്കുന്നവരാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, വ്യത്യാസമുണ്ട്. നിങ്ങൾ എത്ര ചോദ്യം ചോദിച്ചാലും ഞാൻ കൂളായിട്ടേ പറയുള്ളൂ. ദേഷ്യപ്പെട്ടിട്ട് പോടാ പുറത്തൊന്നും പറയില്ല. മനസ്സിലായില്ലേ? പിന്നെ ചോദ്യം ചോദിച്ച ഒരു പാവപ്പെട്ട കൊല്ലത്തെ നമുക്ക് റിപ്പോർട്ടർ ചാനലിനകത്തൊന്ന് റിപ്പോർട്ടർ ചാനലിൽ ഒരു മാധ്യമപ്രവർത്തനം ചോദിച്ചിട്ട് അവനെ സൈബർ ഇടത്തിൽ കൊലവിളിച്ച് പിന്നെ ശാരീരികമായ ഭീഷണിയാണ്. ഞങ്ങളെ ഭാഗത്ത് അതൊന്നും ഉണ്ടാവില്ല. ഒറ്റ പ്രശ്നം ഉണ്ടാവില്ല. നിനക്ക് ഷാജിക്ക് എത്ര ചോദ്യം ചോദിച്ചാലും കൂളായിട്ട് പോവാം. പിന്നെ വേറൊന്നും കൊണ്ട. അതുകൊണ്ട് ഈ ഇടതുപക്ഷ മുന്നണി പ്രകടന പത്രികാ സത്യത്തിൽ അവര് നടത്തിയിട്ടുള്ള വാഗ്ദാന ലംഘനങ്ങളുടെ പുനരാവർത്തനമാണ് നടത്തിയിരിക്കുന്നത്. ഇത് ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നതല്ല. UDF-ന്റെ വൻ വിജയത്തിൽ അങ്കലാപ്പ് പൂണ്ട CPM-ഉം മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ വിരളി പിടിച്ചുകൊടുന്ന ചിത്രമാണ് ഇപ്പോൾ വ്യാജ പ്രചരണങ്ങളുമായി വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വീണ്ടും പറയാണ്, വോട്ട് ഞാൻ വീണ്ടും ഇന്നലെ പയ്യന്നൂരിൽ പറഞ്ഞതാണത്, കോഴിക്കോടും പറഞ്ഞതാണ്. കള്ളവോട്ട് ചെയ്യാൻ ഇന്ന് കണ്ണൂരിൽ നിന്ന് വ്യാപകമായി പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കള്ളവോട്ട് ചെയ്യാനും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും ഭരണയന്ത്രം ദുരുപയോഗപ്പെടുത്താനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവാണ്. ഇലക്ഷൻ കമ്മീഷൻ ജാഗ്രതയാവണമെന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ നമ്മൾ സമീപിച്ചിട്ടുണ്ട്.